തിരഞ്ഞെടുപ്പെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് വലിയ റാലികളും തീപ്പൊറി പ്രസംഗങ്ങളുമൊക്കെയാണ് അല്ലേ? എന്നാൽ ഇന്നത്തെ കാലത്ത് അതൊക്കെ ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. യഥാർത്ഥ കളി നടക്കുന്നത് ഡേറ്റയിലാണ്. ഓരോ വോട്ടും കൃത്യമായി കണക്കുകൂട്ടി നടത്തുന്ന ഒരു തരം എഞ്ചിനീയറിംഗ്. അപ്പോ ഇന്ന് നമ്മൾ ചാത്തന്നൂർ എന്നൊരു സാധാരണ മണ്ഡലമെടുത്ത് ഒരു തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഇഴകീറി പ്ലാൻ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കാൻ പോവുകയാണ്. അപ്പോ നമ്മൾ നേരെ പോകുന്നത് കേരളത്തിലെ ചാത്തന്നൂരിലേക്കാണ്. ഇന്ത്യയിലുള്ള ആയിരക്കണക്കിന് മണ്ഡലങ്ങളിലൊന്ന്. അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ കാണുന്ന ഈ മാറ്റങ്ങള് ഇതൊരു ഒറ്റപ്പെട്ട കഥയല്ല. സത്യം പറഞ്ഞാല് ഈ ഒരു ചെറിയ മണ്ഡലത്തെ നമ്മൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മൊത്തത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മാറ്റത്തിന്റെ ചിത്രം നമുക്ക് കിട്ടും. ഇത് മനസ്സിലാക്കാൻ നമുക്കിതൊരു 5 ഭാഗങ്ങളായിട്ട് നോക്കാം. ആദ്യം നമ്മൾ ആ മണ്ഡലത്തിന്റെ ഒരു പൊതുചിത്രം നോക്കും. പിന്നെ അവിടുത്തെ വോട്ട് ഷെയറിൽ വന്ന മാറ്റങ്ങൾ. അതിനുശേഷം വോട്ടർമാരുടെ മനസ്സിൽ യഥാർത്ഥത്തിൽ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ. അതും കഴിഞ്ഞ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അവസാനം ഇതെല്ലാം വച്ച് ഒരു കംപ്ലീറ്റ് ബാറ്റിൽ പ്ലാൻ എങ്ങനെ തയ്യാറാക്കുന്നു എന്നും നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാത്തന്നൂരിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതൊരു സാധാരണ സ്ഥലം പോലെ തോന്നാമെങ്കിലും അങ്ങനെയല്ല. ഒരു വശത്ത് കടൽത്തീരം, മറുവശത്ത് ഇടനാടൻ കുന്നുകൾ. ഈയൊരു ഭൂപ്രകൃതി തന്നെ അവിടുത്തെ രാഷ്ട്രീയത്തെ ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാതെ നമുക്ക് മുന്നോട്ടു പോകാൻ പറ്റില്ല. ഇനി അവിടുത്തെ ജനസംഖ്യയുടെ ഒരു കണക്കെടുത്താൽ ഏകദേശം 75% ഹിന്ദുക്കളാണ്. പിന്നെ ഒരു 23% മുസ്ലിങ്ങൾ, 2% ക്രിസ്ത്യാനികളും. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, ഈ കണക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. കാരണം പലപ്പോഴും ഓരോ സമുദായത്തിനും അവരുടേതായ ആശങ്കകളും ആവശ്യങ്ങളും ഉണ്ടാകും. അപ്പോ ഏതൊരു രാഷ്ട്രീയ തന്ത്രം മെനയുമ്പോഴും ഈ ഒരു ഘടന മനസ്സിൽ വെച്ചേ പറ്റൂ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ശരി, ഇനി നമുക്ക് കുറച്ച് കണക്കുകളിലേക്ക് കടക്കാം. കാരണം കഥ മുഴുവൻ പറയുന്നത് ഈ നമ്പറുകളാണ്. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് ചാത്തന്നൂരിലെ വോട്ടിംഗ് പാറ്റേൺ എങ്ങനെയാണ് മാറിയതെന്ന് നോക്കുമ്പോഴാണ് ശരിക്കുള്ള പിക്ചർ കിട്ടുന്നത്. 2011 നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരുന്നു. CPIക്ക് 52.7% വോട്ട്, നല്ലൊരു ലീഡ്. പ്രധാന എതിരാളി കോൺഗ്രസ്. BJP ആണെങ്കിലോ വെറും 3.4%. ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം. പക്ഷേ 5 വർഷം കഴിഞ്ഞ് 2016 എത്തിയപ്പോ സീൻ ആകെ മാറി. CPIയുടെ വോട്ട് കുറച്ചൊന്നു കുറഞ്ഞു. പക്ഷേ യഥാർത്ഥ ഷോക്ക് അതായിരുന്നില്ല. BJP ആ 3.4% നിന്ന് നേരെ ചാടിയത് ഏകദേശം 25%. ഇതൊരു ചെറിയ കളിയല്ല. ചാത്തന്നൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറാൻ തുടങ്ങുന്നു എന്നതിന്റെ ആദ്യത്തെ സൂചനയായിരുന്നു അത്. 2021 ആ ട്രെൻഡ് ഒന്നുകൂടി ഉറപ്പിച്ചു. CPIയുടെ വോട്ട് ഷെയർ പിന്നെയും താഴ്ന്ന് 43%. BJP ആണെങ്കിൽ 30% കടന്നു. അതോടുകൂടി ചാത്തന്നൂരിലെ പോരാട്ടം ഒരു നേർക്കുനേർ മത്സരമല്ലാതായി. അതൊരു വ്യക്തമായ ത്രികോണ മത്സരമായി മാറി. ഇതിനിടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. മത്സരം ഇങ്ങനെ മുറുകുന്നതനുസരിച്ച് വോട്ട് ചെയ്യാൻ വരുന്നവരുടെ എണ്ണവും കൂടി. 2011 71% ആയിരുന്നത് 2021 ആകുമ്പോഴേക്കും 74% മുകളിലായി. അതിന്റെ അർത്ഥം എന്താ? മത്സരം കടുപ്പമാകുമ്പോൾ ജനങ്ങൾ കൂടുതൽ താൽപര്യത്തോടെ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങുന്നു എന്നർത്ഥം. അപ്പോ എന്തുകൊണ്ടാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നേ? ഈ നമ്പറുകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഈ കണക്കുകളിൽ നിന്ന് മാറി സാധാരണക്കാരുടെ ജീവിതത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലണം. ഞങ്ങളുടെ പഠനത്തില് ചാത്തന്നൂരിലെ ജനങ്ങളെ അലട്ടുന്ന 4 പ്രധാന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വികസന വിടവുകൾ മുന്നോട്ടു വന്നു. ഒന്നാമത്തത് കുടിവെള്ളം. പലയിടത്തും കിട്ടുന്നത് കലങ്ങിയ വെള്ളമാണ്. രണ്ടാമത്തത് നാഷണൽ ഹൈവേ പണി കാരണം പൊളിഞ്ഞുകിടക്കുന്ന റോഡുകൾ. മൂന്നാമത്തത് ഗൾഫിൽ നിന്ന് തിരിച്ചുവന്നവരുടെ തൊഴിലില്ലായ്മ. ഇതൊരു വലിയ പ്രശ്നമാണ്. നാലാമത് എല്ലാവരെയും ബാധിക്കുന്ന വിലക്കയറ്റം. ഇതൊന്നും വെറും ലിസ്റ്റിലെ ഐറ്റംസ് അല്ല. ഇതൊക്കെ ഓരോ ദിവസവും ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇതിനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ റിപ്പോർട്ടിൽ ഒരു സ്ത്രീ പറഞ്ഞ കാര്യമാണ്. റേഷൻ കാർഡ് കിട്ടാൻ ഒരുപാട് വൈകുന്നു. ഇതൊരു ചെറിയ ഫയൽ നീങ്ങുന്നതിലെ താമസമല്ല. അത് ഒരു കുടുംബത്തിന്റെ അന്തത്തെ കാര്യമാണ്. അവരുടെ അന്തസ്സിന്റെ പ്രശ്നമാണ്. ഓർക്കണം, നമ്മുടെ ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്നത് അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശമാണ്. ഒരു റേഷൻ കാർഡ് വൈകുന്നത് പോലും ആ അടിസ്ഥാന അവകാശത്തിന്മേലുള്ളൊരു ചോദ്യം ചെയ്യലാണ്. ഇനി ആ തൊഴിലില്ലായ്മയുടെ കാര്യം ഒന്നുകൂടി നോക്കാം. ഗൾഫിൽ നിന്ന് മടങ്ങി വന്നവരിൽ ഏകദേശം 71% പേർക്ക് ഇപ്പോഴും ജോലിയായിട്ടില്ല. 71%. ഇതൊരു ചെറിയ സംഖ്യയല്ല. ഒരു തലമുറയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് അതിലുള്ളത്.
അപ്പോ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ കയ്യിൽ ഈ വിവരങ്ങളെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ കണക്കുകളെയും ജനങ്ങളുടെ പരാതികളെയും എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള പ്ലാനാക്കി മാറ്റുന്നത്? നമുക്ക് നോക്കാം. ഏതൊരു ക്യാമ്പയിനും പ്രധാനമായി 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് സ്ട്രാറ്റജി, 2 ഓപ്പറേഷൻസ്. സിമ്പിളായി പറഞ്ഞാൽ എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നതാണ് സ്ട്രാറ്റജി. ഉദാഹരണത്തിന്, ചാത്തന്നൂരിന് ഒരു മാറ്റം വേണം എന്നൊരു മുദ്രാവാക്യമുണ്ടാക്കുന്നത്. ഇനി അങ്ങോട്ട് എങ്ങനെ എത്തണം, അതായത് വീട് കയറി വോട്ട് ചോദിക്കുന്നതും പോസ്റ്റർ ഒട്ടിക്കുന്നതുമൊക്കെ, അതാണ് ഓപ്പറേഷൻസ്. എതിരാളികളെ മനസ്സിലാക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിംവർക്കാണ് ചതുർമുഖ സിദ്ധാന്തം. ഇതിൽ 4 തരം രാഷ്ട്രീയ ശൈലികളുണ്ട്. ശിവൻ, അതായത് അഗ്രസീവായിട്ടുള്ള പ്രചാരണം. വിഷ്ണു, അതായത് സ്ഥിരതയും ഭരണതുടർച്ചയും വാഗ്ദാനം ചെയ്യുന്നത്. ബ്രഹ്മാവ്, പുതിയ ആശയങ്ങളും പുതുമുഖങ്ങളെയും കൊണ്ടുവരുന്നത്. പിന്നെ ദുർഗ, അതായത് സംരക്ഷണം ഉറപ്പു നൽകുന്നത്. അപ്പോ നമ്മുടെ എതിരാളി ഏത് ശൈലിയാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ അവരുടെ അടുത്ത നീക്കം നമുക്കൊരു പരിധിവരെ പ്രവചിക്കാൻ പറ്റും. ഇനി നിലവിലുള്ള MLAയുടെ ഒരു SWOT അനാലിസിസ് നോക്കാം. അതായത് ശക്തി, ദൗർബല്യം, അവസരങ്ങൾ, ഭീഷണികൾ. ശക്തി എന്താണ്? വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, നല്ലൊരു പാർട്ടി കേഡർ ബേസ്. എന്നാൽ ദൗർബല്യമോ? ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് കുറഞ്ഞുവരുന്നു. പിന്നെ ആ കുടിവെള്ള പ്രശ്നം. അപ്പൊ ഈ ഒരു അനാലിസിസ് അവരുടെ യഥാർത്ഥ പൊസിഷൻ എവിടെയാണെന്ന് കൃത്യമായി കാണിച്ചു തരും. ഓക്കെ, അപ്പോ ഈ വിവരങ്ങളെല്ലാം കയ്യിലുണ്ട്. ഇനി ഇതെങ്ങനെ ഒരു ആക്ഷൻ പ്ലാനായി മാറും? അതാണ് അടുത്ത ഘട്ടം. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നേരിട്ടുള്ള 3 പരിഹാരങ്ങൾ, അല്ലെങ്കിൽ 3 ആക്സിലറേറ്റേഴ്സ്. 1. പള്ളിക്കുമ്മണ്ണാടി പാലം പണി പൂർത്തിയാക്കുക. 2. 24 മണിക്കൂറും ശുദ്ധീകരിച്ച കുടിവെള്ളം ഉറപ്പാക്കുക. 3. യുവാക്കൾക്ക് വേണ്ടി ബ്രോഡ്ബാൻഡും സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകളും തുടങ്ങുക. കണ്ടില്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞ ഓരോ പ്രശ്നത്തിനും ഓരോ സൊല്യൂഷൻ. പിന്നെ എല്ലാവരോടും ഒരേ കാര്യമല്ല പറയുന്നത്. ഓരോ ഗ്രൂപ്പിനും വേണ്ട കാര്യങ്ങൾ അവരോട് പറയുന്നു. യുവാക്കളോട് സംസാരിക്കുന്നത് തൊഴിൽ മേളകളെക്കുറിച്ചും ഇൻസ്റ്റഗ്രാം ക്യാമ്പയിനുകളെക്കുറിച്ചുമായിരിക്കും. സ്ത്രീകളോട് കുടുംബശ്രീയെ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച്. ഗൾഫിൽ നിന്ന് വന്നവരോട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ടൗൺ ഹാളുകൾ. പക്ഷേ ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ഈ ഡാറ്റയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യയുടെ പുതിയ ഡാറ്റാ സംരക്ഷണ നിയമം അനുസരിച്ച് ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ നമ്മൾ മാനിക്കണം. അവരുടെ സമ്മതമില്ലാതെ അവരുടെ വിവരങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് നിയമം മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഉത്തരവാദിത്തം കൂടിയാണ്. അവസാനം ഇതെല്ലാം കൂടി ഒരു ഒറ്റ സന്ദേശത്തിലേക്ക് വരും. ചാത്തന്നൂരിന് മാറ്റവും വികസനവുമാണ് ആവശ്യം. അതോടെ ഈ തിരഞ്ഞെടുപ്പ് വെറും പാർട്ടികൾ തമ്മിലുള്ളൊരു അടിയായി കാണാതെ നാടിന്റെ ഭാവിക്കു വേണ്ടിയുള്ളൊരു തീരുമാനമായി ജനങ്ങൾ കാണാൻ തുടങ്ങും. അപ്പോ നമ്മളിതുവരെ കണ്ട ഈ ഡേറ്റാ എഞ്ചിനീയറിംഗ്, ഇതൊക്കെ വെച്ച് ഒരു ഇലക്ഷൻ ജയിക്കാൻ പറ്റുമായിരിക്കും, അതിൽ സംശയമില്ല. പക്ഷേ യഥാർത്ഥ ചോദ്യം അതല്ല. ഡേറ്റ കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാം, പക്ഷെ ഡേറ്റ കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാക്കാൻ പറ്റുമോ? ആ ചോദ്യം ചാത്തന്നൂരിനു വേണ്ടി മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചാണ്. If you want to become a people-centric leader and uplift your constituency, get in touch with Blueprint Strategies AI at mgr@blueprintstrategies.ai or call 080-420-4162. Purpose Beyond Politics.